എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അക്യുപഞ്ചർ രീതിയിൽ പനിയായിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, വയറിളക്കം ആയിക്കോട്ടെ, ഇതൊക്കെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന പ്രവർത്തനമാണ്. പക്ഷേ നമ്മൾ ഇത്ര കാലവും വിചാരിച്ചത് അതൊക്കെ ഭയങ്കര രോഗാവസ്ഥയാണെന്നുള്ള പേടി കൊണ്ട് നമ്മളെന്ത് ചെയ്യും, മരുന്നുകൾ കുടിച്ചിട്ടായിരിക്കും ഇത്ര നാളും ആ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേഷൻ വരും. ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വരുമ്പോൾ മരുന്ന് കുടിക്കാണ്ട് എങ്ങനെയാണ് മാറുക എന്നുള്ളൊരു ചിന്ത വരാറുണ്ട്. പനി ആയിക്കോട്ടെ, പനി നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ച് അതിൽ പറയുന്ന അവരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ജീവിക്കുകയാണെങ്കിൽ ആ പനി മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് ഛർദി, വയറിളക്കം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അത് ബോഡി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഛർദി ആയിക്കോട്ടെ, വയറിളക്കം ആയിക്കോട്ടെ. അപ്പോൾ ഛർദിക്കുന്ന സമയത്ത് ബോഡിയിൽ വേണ്ടാത്ത വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ബോഡി അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഫുഡിനെ ഇങ്ങ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വയറിലെത്തിയ ഫുഡിന് അത്രയും പവർ ഉപയോഗിച്ചിട്ടാണ് വായിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഛർദി പോകുന്നത് വരെ ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണ് വേണ്ടത്. ആ ഛർദി പോയി കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം കൂടി കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ ചികിത്സ സ്വീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഛർദി, ആ ക്ഷീണം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് സ്വാഭാവിക രീതിയിലേക്ക് നമ്മുടെ ശരീരപ്രവർത്തനം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് വയറിളക്കം പോലെയുള്ളത്. വയറിന്ന് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാലും ആ വയറ്റിലുള്ളത് മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൂസ് മോഷൻ നിൽക്കുകയും പിന്നീട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശപ്പിനനുസരിച്ച് ആഹാരം കൊടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ സാധാരണ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ജലദോഷം ആയിക്കോട്ടെ, കഫത്തിൻ്റെ രൂപത്തിൽ വേസ്റ്റിനെ പുറത്തളയുന്നതാണ് ജലദോഷം എന്ന് പറയുന്നത്. മിക്കവർക്ക് പേടിയാണ്, അത് ന്യൂമോണിയ ആകുമെന്നൊക്കെ പേടിച്ചിട്ടാണ് പോയിട്ട് മരുന്ന് കുടിക്കുന്നത് ഇതാക്കുന്നത്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ജലദോഷം വന്നു കഴിഞ്ഞാൽ അതിന് ആ ഒരു അത്രയും വേസ്റ്റിനെ ശരീരത്തിൽ നിന്നും പുറത്തു പോകാൻ അനുവദിക്കലാണ് ആദ്യം വേണ്ടത്. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് എത്ര ദിവസമാണോ ചുമയുള്ളത് അത് ആ ശരീരം ചുമച്ച് കഫം പുറത്ത് പോയതിന് ശേഷം പിന്നീട് നിങ്ങൾ മരുന്നൊന്നും കഴിക്കുന്നില്ലെങ്കിൽ ആ ഒരു റിലീഫ് പിന്നെ കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ജലദോഷം പോലുള്ള അസുഖം വരാതിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ മരുന്ന് കുടിച്ച് സപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്ന് നമുക്ക് പറ്റാത്ത രീതിയിലേക്ക് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ ഈ പനി ആയിക്കോട്ടെ, ജലദോഷം ആയിക്കോട്ടെ, വയറിളക്കം, ഛർദി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിശപ്പ് ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല, ഫുൾ കട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഡീഹൈഡ്രേഷൻ ആവുമെന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിക്കും. ഫുഡ് കഴിക്കാണ്ട ക്ഷീണമായി പോകും. ഇങ്ങനെ ഒരു പേടി കൊണ്ടാണ് നമ്മൾ അവരെ നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആ ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാൻ നോക്കിയത് 3 ദിവസം വയറിളക്കം വന്നിട്ട് പോലും ശരീരത്തിന് ഒരു ക്ഷീണം ഉണ്ടായില്ല. ആ വയറിളക്കം കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് എനിക്ക് വിശപ്പ് ഉണ്ടായത്. ശരിക്കുള്ള വിശപ്പ് വന്ന് പിന്നെ വിശപ്പിനനുസരിച്ച് ആഹാരം കഴിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പണ്ടാങ്ക് ഒരു പ്രാവശ്യം വയറിളക്കി പോകുമ്പോഴത്തേക്ക് പേടിയാണ് ഉള്ളിൽ വരിക. എന്താവും, എൻ്റെ ബോഡിക്ക് എന്താണ്, നമുക്ക് ആ ടെൻഷൻ കൊണ്ടാണ് നമ്മുടെ അസുഖം കൂടുന്നത്. നമ്മൾ തീർച്ചയായിട്ടും മരുന്നൊന്നും കഴിക്കാൻ ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അവരെ വിളിച്ച് ചോദിച്ച് അവിടെ പറയുന്ന 4 ഗോൾഡൻ റൂൾസ് ശരിയായിട്ടുള്ള വിശപ്പറിഞ്ഞ് ഭക്ഷണം കഴിക്കുക. നന്നായിട്ട് ഒരു ദിവസം എപ്പോഴാണോ വിശക്കുന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, പിന്നെ രാത്രി ഡിന്നറ് നേരം വൈകിട്ടുള്ള. ഇപ്പോൾ ഈ 5-6 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മൾ നന്നായിട്ട് വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അതും ആസ്വദിച്ച് കഴിക്കുക. നന്നായി ചവച്ചരക്കാൻ പറ്റുമെങ്കിൽ ചവച്ചരച്ച് തന്നെ കഴിക്കുക. അതിൻ്റെ കൂടെ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നീട് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക. അതിനുശേഷം ഇപ്പോൾ ക്ഷീണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്ഷീണം ഉണ്ടാകുമ്പോൾ വിശ്രമിച്ച് കൊടുക്കുക. ചിലപ്പോൾ ഒരു ദിവസം വിശ്രമിക്കുമ്പോൾ ആ ക്ഷീണം മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഉറക്കം, എന്തെങ്കിലും അസുഖമുള്ള സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 9 മണിക്ക് തന്നെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ഉറക്കം വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കിടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മരുന്നൊന്നും ഇല്ലാതെ ചികിത്സ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 4 ഗോൾഡൻ റൂൾസ് പാലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളുടെ ശരീരത്തിൽ ഇടക്കിടക്കേ വരുന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആരെയും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതശൈലി ഈ ഒരു രീതിയിലേക്ക് മാറ്റിയാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡോക്ടർ അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് ചികിത്സ സ്വീകരിച്ചിട്ട് അതിൻ്റെ കൂടെ ഈ 4 ഗോൾഡൻ റൂൾസ് പാലിക്കുകയാണെങ്കിൽ അങ്ങനെയും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ വരുന്ന പല ബുദ്ധിമുട്ടുകളും പല ഇത്തരത്തിലുള്ള ചുമയായിക്കോട്ടെ, പനിയായിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, ഇതൊക്കെ വിട്ടുമാറിക്കൊണ്ട് ലൈഫിനെ ഒരു പുതിയൊരു നല്ല നമ്മളെ എനർജറ്റിക് ബോഡിയായിട്ട് നമ്മുടെ ശരീരത്തിനെ മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.